ഇറാനിൽ ഏത് നിമിഷവും ആക്രമണം നടത്താൻ തയ്യാറെടുക്കുകയാണ് അമേരിക്ക. ആക്രമണം നടത്തുന്നതിന് മുന്നോടിയായി USSന്റെ പടക്കപ്പൽ, അഭിമാന പടക്കപ്പൽ USS എബ്രഹാം ലിങ്കൻ ഇറാൻ കടൽ തീരത്ത് എത്തിക്കഴിഞ്ഞു. അതിന് അകമ്പടിയായി യുദ്ധക്കപ്പലുകൾ. അവയെ ചെറുക്കാൻ ഇറാൻ മുങ്ങിക്കപ്പലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇറാൻ പറയുന്ന വാക്ക് ശ്രദ്ധേയമാണ്. നിങ്ങൾ തുടങ്ങിയാൽ ഞങ്ങൾ നിർത്തില്ല. നിങ്ങളുടെ അവസാനം വരെ ഞങ്ങൾ സർവശക്തിയും എടുത്ത് പോരാടും. ഇതാണ് ഇറാൻ്റെ മുന്നറിയിപ്പ് അമേരിക്ക ഗൗരവപരമായി കാണുന്നു. അമേരിക്കയുടെ അത്യന്താധുനിക ചാരവിമാനമായ P-8 പോസിഡോൺ ഇറാൻ അതിർത്തി ലംഘിച്ചതായി റിപ്പോർട്ട് പുറത്തുവരുന്നു. IRGCയുടെ നീക്കം അറിയുകയാണ് P-8 പോസിഡോണിൻ്റെ ലക്ഷ്യം. എന്തായാലും ഇത് ഇറാൻ അതിർത്തി ലംഘിച്ചത് വളരെ ഗൗരവമായി ഇറാൻ കാണുന്നു. മാത്രമല്ല, രാജ്യത്ത് ഇർദാർ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇറാൻ. ഇർദാർ എന്നാൽ അടിയന്തര സാഹചര്യം എന്നാണ്. പൗരന്മാർക്ക് ഇറാൻ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇർദാർ പുറപ്പെടുവിച്ചതോടുകൂടി യുദ്ധത്തിന് തങ്ങൾ തയ്യാറാണെന്ന് ഇറാൻ തെളിയിച്ചു. ഇറാൻ ശക്തമായി തന്നെ തെളിയിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നതടക്കമുള്ള മാർഗങ്ങൾ ഇറാൻ ആലോചിക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് അടച്ചാൽ വ്യാപാരത്തിൻ്റെ ഗതി തന്നെ മാറും. ഇറാൻ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ് യുദ്ധത്തിന്. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഖത്തറിലും സൗദി അറേബ്യയിലും ഒമാനിലും സിറിയയിലും ഇറാഖിലും ഒക്കെയുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ പതിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഖത്തറിൽ ബ്രിട്ടൻ്റെ സൈനിക വിമാനം എത്തിയതും ശ്രദ്ധേയം. അമേരിക്കയുടെ സഖ്യകക്ഷിയാണ് ബ്രിട്ടൻ. എന്തായാലും ട്രംപും നെതന്യാഹുവും ചേർന്ന് വലിയൊരു വിനാശത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇറാനോട് അനുഭാവം പുലർത്തുന്ന രാജ്യങ്ങളുണ്ട് ലോകത്ത്. റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഒക്കെ ഇറാനോട് അനുഭാവം പുലർത്തുന്ന രാജ്യങ്ങളാണ്. ഉത്തര കൊറിയയും ചൈനയുമാകട്ടെ ഇറാനുമായി ആയുധ ഇടപാട് നടത്തുന്ന രാജ്യങ്ങളാണ്. റഷ്യയാണ് ഇറാന് ആണവ നിലയങ്ങൾ നിർമ്മിക്കാൻ വേണ്ട സാങ്കേതിക സഹായം നൽകിയത്. P-8 പോസിഡോൺ തങ്ങളുടെ അതിർത്തി ലംഘിച്ചത് ഇറാൻ ഗൗരവപരമായി കാണുന്നു. അതിന് പിന്നാലെയാണ് രാജ്യത്ത് ഇർദാർ പുറപ്പെടുവിച്ചത് ഇറാൻ. ഖൊമൈനി ബങ്കറിനുള്ളിൽ സുരക്ഷിതനാണെന്നും ഖൊമൈനിയെ ആക്രമിക്കുകയോ അദ്ദേഹത്തെ വധിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയോ ചെയ്താൽ ട്രംപിൻ്റെ ബിസിനസ് സാമ്രാജ്യങ്ങൾ ഓരോന്നായി തങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പിനെ കൊണ്ട് തകർക്കുവാനാണ് ഇറാൻ്റെ തീരുമാനം. ഹൂത്തികളും ഹിസ്ബുള്ളയും അടക്കമുള്ള പ്രോക്സി ഗ്രൂപ്പുകൾ ഇറാനുണ്ട്. ഇതൊക്കെ മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പടിവാതിൽക്കൽ കൊണ്ടെത്തിക്കും. ആണവക്കരുത്ത് ഇറാനുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത അമേരിക്കയ്ക്ക് വന്നിട്ടില്ല. എന്നാൽ IRGCയുടെ നീക്കങ്ങൾ, ലോകത്തെ ഏറ്റവും മികച്ച സൈന്യങ്ങളിലൊന്നായ IRGCയുടെ നീക്കങ്ങൾ അമേരിക്കയെ ഭയപ്പെടുത്തുന്നുണ്ട്, അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് P-8 പോസിഡോൺ എന്ന അത്യന്താധുനിക ചാരവിമാനം ഉപയോഗിച്ച് IRGCയുടെ നീക്കങ്ങൾ അറിയാൻ വേണ്ടി അമേരിക്ക ശ്രമിച്ചത്. ഖൊമൈനി കീഴടങ്ങരുത് എന്ന അന്ത്യശാസനം സൈന്യത്തിന് നൽകി കഴിഞ്ഞു. പരമോന്നത നേതാവിൻ്റെ ജീവൻ സംരക്ഷിക്കാൻ ഇറാൻ സൈന്യം പ്രതിജ്ഞാബദ്ധരാണെന്ന് ഇറാൻ ഭരണകൂടം അറിയിച്ചു. ഇറാൻ സൈന്യം ഒരുങ്ങി തന്നെ നിൽപ്പാണ്. യുദ്ധം അനിവാര്യമാണ്. യുദ്ധത്തിൽ നിന്ന് ഇനി ഒഴിഞ്ഞു പോകാൻ അമേരിക്കയ്ക്കും കഴിയില്ല. അമേരിക്കയുടെ എബ്രഹാം ലിങ്കൻ ഇറാൻ തീരത്ത് എത്തിയതോടെ യുദ്ധം ഏത് നിമിഷവും ആസന്നമാകുന്ന സ്ഥിതിയാണ്. ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരം തന്നെ പുറത്തെടുത്തിട്ടുണ്ട്.
ഒളിച്ചു വച്ചിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അത്ര പെട്ടെന്നൊന്നും ഇറാനെ കീഴടക്കാൻ ആവില്ല. ഇറാനിലെ ആഭ്യന്തര കലാപം ഏറെക്കുറെ തണുത്തുകൊണ്ടിരിക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നം കൂടിയാണ്. അമേരിക്ക ആക്രമിച്ചു കഴിഞ്ഞാൽ സർവശക്തിയും എടുത്ത് തിരിച്ചടിക്കും എന്ന് തന്നെയാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. അതിന് മുന്നോടിയാണ് ഇർദാർ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇറാൻ. അമേരിക്ക സർവകരുത്തും ഉപയോഗിച്ച് ഇറാനെ ആക്രമിക്കുന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എബ്രഹാം ലിങ്കന് പിന്തുണയായി 2 യുദ്ധക്കപ്പലുകൾ അമേരിക്ക അയച്ചിട്ടുണ്ട്. അത്യന്താധുനിക ആയുധങ്ങൾ പേറിയ യുദ്ധക്കപ്പലുകൾ എബ്രഹാം ലിങ്കനെ സംരക്ഷിക്കാൻ വേണ്ടി. മാത്രമല്ല, P-8 പോസിഡോൺ എന്ന ചാരവിമാനം ഇറാന്റെ അതിർത്തിയും ലംഘിച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ ഇറാന്റെ പരമാധികാരത്തിന്മേൽ അമേരിക്ക കൈകടത്തിയിരിക്കുന്നു. ഇറാനെ പോലെ ഒരു രാജ്യത്തിന് അത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ടാണ് അവർ രണ്ടും കൽപ്പിച്ച് ഒരു യുദ്ധത്തിന് ഒരുങ്ങുന്നത്. ഇറാൻ അവസാന ശ്വാസം വരെ പൊരുതും എന്ന് ഇറാൻ സൈനിക മേധാവി IRGCയുടെ മേധാവി പറഞ്ഞു കഴിഞ്ഞു. ഇറാൻ ഭരണകൂടം ഒന്നടങ്കം സൈന്യത്തോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനതയോട് ബങ്കറുകളിലേക്ക് പോകാനുള്ള നിർദ്ദേശമടക്കം നൽകിയിട്ടുണ്ട് ഇറാൻ. സാധാരണ ജനങ്ങൾ യുദ്ധത്തിൽ മരിക്കരുത് എന്ന് ഇറാൻ ആഗ്രഹിക്കുന്നു. ഇറാനിലെ പ്രക്ഷോഭം ഒരു യുദ്ധത്തിലേക്ക് വഴുതി മാറ്റിയത് അമേരിക്കൻ തന്ത്രമാണ്. അമേരിക്കയ്ക്ക് ഇറാനിൽ കണ്ണുണ്ട്. ഇറാഖിനെ കീഴടക്കിയതുപോലെ ഇറാനെയും കീഴടക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നു. പക്ഷേ ഇറാൻ അമേരിക്കയ്ക്ക് മറ്റൊരു വിയറ്റ്നാമായി മാറുമെന്നാണ് യുദ്ധ നിരീക്ഷകർ പറയുന്നത്. പണ്ട് വിയറ്റ്നാമിൽ അധിനിവേശം നടത്താൻ പോയ അമേരിക്ക വിയറ്റ്നാം എന്ന ചെറു രാജ്യത്തിന് മുമ്പിൽ തോറ്റ് തുന്നം പാടിയിരുന്നു. അഫ്ഗാനിസ്ഥാനിലും അമേരിക്കയ്ക്ക് പിന്തിരിയേണ്ട അവസ്ഥ വന്നു. വിയറ്റ്നാമും അഫ്ഗാനിസ്ഥാനുമല്ല ഇറാൻ. അവർക്ക് കരുത്തുറ്റ സൈന്യമുണ്ട്. അത്യന്താധുനികമായ ആയുധങ്ങൾ അവർക്കുണ്ട്. പഴയതും പുതിയതുമായ ആയുധ ശേഖരം തന്നെ ഇറാനുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്നത്ര വേഗത്തിൽ ഇറാനെ കീഴടക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. മറ്റൊന്ന്, ഇറാൻ പ്രോക്സി ഗ്രൂപ്പുകളുടെ ശക്തിയാണ്. ഹൂതികളും ഹിസ്ബുള്ളയും അടക്കമുള്ള നിരവധി പ്രോക്സി ഗ്രൂപ്പുകൾ പശ്ചിമേഷ്യയിൽ ഇറാനുണ്ട്. ആ പ്രോക്സി ഗ്രൂപ്പുകൾ ട്രംപിൻ്റെ ബിസിനസ് കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞാൽ ട്രംപിന് വലിയ തിരിച്ചടിയായി മാറും ഇത്. മാത്രമല്ല, ട്രംപ് സുരക്ഷിതനുമല്ല ഈ ചാവേറുകളുടെ കരുത്തിൽ. എന്തായാലും രണ്ടും കൽപ്പിച്ചുള്ള ഒരു നീക്കമാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. അതിനുള്ള മുന്നോടിയാണ്, അല്ലെങ്കിൽ അതിനുള്ള മുന്നൊരുക്കമാണ് P-8 പോസിഡോൺ എന്ന ചാരവിമാനം ഇറാൻ അതിർത്തി ലംഘിച്ചത്. അത് ഒരു യുദ്ധത്തിലേക്ക് വഴുതി മാറുന്നതിൻ്റെ ലക്ഷണമാണ്. തുടങ്ങിയാൽ ഞങ്ങൾ നിർത്തില്ല. ഇറാൻ ഇപ്പോഴും പറയുന്നത് അതാണ്.